എന്തൊരു ഗതികേടെന്ന് നോക്കണേ. ഒരു നല്ല കാര്യം നടന്നപ്പോ ഇത്തിരി മധുരം ഉണ്ടോ എന്ന് നോക്കിയപ്പോ ഒരിടത്തുമില്ല. ഇനി ഈ പഞ്ചസാര വെച്ച് എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കൺഗ്രാറ്റ്സ് മോളെ. താങ്ക് യു ചേച്ചി. കുഞ്ഞോളെ, നിനക്ക് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയണോ? എല്ലാത്തിനും എന്റെ കൂടെ സപ്പോർട്ടായി നിന്നതാ നീയും ഹരിയും. പ്രസാദേട്ടാ, പുഷ്പൻ ചേട്ടാ, നിങ്ങളോടൊന്നും നന്ദി പറഞ്ഞു തീർക്കാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല കേട്ടോ. അതൊന്നും സാരമില്ല. എന്തായാലും നല്ലൊരു ദിവസമായിട്ട് ഇതിരി പായസം വെച്ചേക്കാം, അല്ലേ മോളെ? അതെ അതെ. എങ്കിൽ വാ, എല്ലാരും കൂടിയാ പണി എളുപ്പം കഴിയും. വാ വാ വന്നേ. ഞാനല്ലേ ഇത്ര നല്ലോണം കൂട്ടത്തിൽ നിന്നത്? ഞാനല്ലേ പരീക്ഷ എഴുതാൻ കൂട്ടിയെന്നത്? നല്ലൊരു വാക്ക് പറയാൻ അവൾക്ക് തോന്നിയില്ലല്ലോ. ആ സാരമില്ല, എൻ്റെ ഭാര്യയാണ് ജയിച്ചതെന്ന് എനിക്ക് പറയാമല്ലോ. അത് മതി, എനിക്ക് ധാരാളം. ആ എൻ്റെ ദൈവമേ, ഇവിടെ നല്ലതൊന്നും പറഞ്ഞില്ല. അത് സാരമില്ല. ഇനി മോശം എന്തെങ്കിലും കുറ്റമായിട്ട് കണ്ടുപിടിച്ച് പറയാനാണെങ്കിൽ അയ്യോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. വേഗം ഇവിടുന്ന് പൊയ്ക്കളയാം. മുരളിയേട്ടാ, എന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവാണെന്ന് മനസ്സിലായി. അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. മുരളിയേട്ടൻ അത് കേൾക്കണം. എന്താ? കുഴപ്പമുള്ളതൊന്നും അല്ല പറയാനുള്ളത്, നല്ലത് തന്നെയാ. വാസ്തവം പറഞ്ഞാ ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയെന്നേ ഉള്ളൂ. ഒരു ദിവസം മുടങ്ങാതെ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി വിട്ടതും പഠിക്കാൻ സഹായിച്ചതും എക്സാം എഴുതാൻ അത്ര ദൂരം വന്നതും മുരളിയേട്ടനാ. ആ പാർക്കിൽ കൊതുകടിയും കൊണ്ട് കിടന്നുറങ്ങിയതും എത്രയോ സമയം കാത്തിരുന്നതും എല്ലാം മുരളിയേട്ടൻ മാത്രമാണെന്ന് എനിക്കറിയാം. അതിനൊക്കെ ആയിട്ട് ഒരു നന്ദി പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ ഒരു വലിയ തെറ്റായി പോവില്ലേ എനിക്ക്? താങ്ക് യു മുരളിയേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്കിപ്പോ ഒരു ജയം കിട്ടിയെങ്കിൽ അതിന്റെ പകുതി അവകാശി മുരളിയേട്ടൻ മാത്രോ. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. ആരി, നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയോ? നീ ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്ത് അത്യാവശ്യ കാര്യം? ഇവിടെ നിന്നങ്ങ് പറഞ്ഞാ മതി. അതെ, ഇപ്പൊ ഈ വീട്ടിലെല്ലാവരും സന്തോഷം നിൽക്കയില്ലേ? അതെ, ചേച്ചിക്ക് നല്ല റിസൾട്ട് വന്നില്ലേ? അതിന്റെ സന്തോഷം എല്ലാവർക്കും ഇല്ലേ? കറക്റ്റ്. വളരെ അപൂർവമായേ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ മാക്സിമം മുതലെടുക്കണം. മനസ്സിലായില്ല. എടി പൊട്ടിക്കാളി, ഇപ്പൊ നമ്മുടെ മുന്നിൽ നേർന്ന പ്രശ്നം എന്താ? എന്താ? ഓ എന്റെ പൊന്നേ, ഞാനിത് ആരോടാ ചോദിക്കുന്നേ? ദേ, എന്റെ തലയിലൊന്നും കയറുന്നില്ല. കാര്യമായി പറഞ്ഞാല് മനസ്സിലാവും. എടി പെണ്ണേ, എന്റെയും നിന്റെയും കല്യാണ കാര്യം നമുക്ക് വീട്ടിൽ സംസാരിക്കണ്ടേ? ഇപ്പോഴോ? ആ, ഇപ്പൊ തന്നെ. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് സംസാരിച്ചാ വലിയ എതിർപ്പുകളൊന്നും ഉണ്ടാവാതെ കാര്യം സാധിച്ചെടുക്കാം. നീ വാങ്ങോട്ട്, നമുക്ക് പോവാം. ഹലോ, ഒന്ന് നിൽക്കണം. ചാടിക്കറി പറഞ്ഞ് എല്ലാവരും ഉടനെ സമ്മതിക്കാൻ. ഇത് പായസം വെക്കുന്ന കാര്യമൊന്നുമല്ല നമ്മൾ ഈ ചോദിക്കാൻ പോകുന്നത്, കല്യാണക്കാരിയോ. പ്രസാദേട്ടനോ ചേച്ചിയോ ഒന്നും സ്വപ്നത്തിൽ പോലും കരുതുന്നുണ്ടാവില്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടത്തിലാണെന്ന്. അറിയാം, അതിനൊക്കെ ഒരു പ്ലാനുണ്ട്. ആദ്യം ഞാൻ പ്രസാദേട്ടനോട് സംസാരിക്കുന്നു. പ്രസാദേട്ടൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പേടിക്കണ്ടല്ലോ. പിന്നീട് ബാക്കിയുള്ളവരെല്ലാം സമ്മതിക്കുന്ന കാര്യം ഉറപ്പല്ലേ? ചുമ്മാ വലിയ ധൈര്യം കാണിക്കില്ലേ. ഹരിയേട്ടന് പ്രസാദേട്ടന്റെ മുമ്പില് നേർക്ക് നേരെ പോയി നിന്ന് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ? പിന്നില്ലാതെ. നീങ്ങു വന്നേ, എന്റെ ധൈര്യം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇന്ന് എന്റെ ധൈര്യം നിന്റെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ. വാ. എന്താ?
വലിയട നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഞാൻ പോയി സംസാരിച്ചിട്ട് വരും. നോക്കിയോ, ഒരു കാര്യം കാര്യമായിട്ട് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടോന്ന് നീ തന്നെ നോക്കിയോണം. സത്യമായിട്ട് പറയാൻ പോവാണോ? പിന്നല്ലാതെ. നിർത്തോ, അവിടെ നിർത്ത്. പറഞ്ഞത് മതി. കാര്യമൊക്കെ കൊള്ളാം, നമ്മൾ തമ്മില് സ്വന്തം ബന്ധമൊക്കെ ഉണ്ട്. ഇതേ ഒരു പ്രേമക്കേസാ. അങ്ങനൊരു വാക്ക് വേണ്ടിയാ അതോടെ തീരുവല്ല, കൊന്നുകളയും ഞാൻ. എങ്കിൽ പിന്നെ പറ നമ്മുടെ കാര്യം. അപ്പൊ എല്ലാവർക്കും എല്ലായിടത്തും ഇതേ ഉള്ളൂ, പ്രേമം. പ്രേമിക്കുകയാണെന്ന് പറഞ്ഞു വന്നാലേ കാലുപൊക്കെ ചവിട്ടാനാ തോന്നുന്നേ. നീ ഫോൺ വയ്ക്കേ. ഈശ്വരാ, ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല. 1 2 എന്താടാ? ഏയ്, ഇവിടെ നല്ല കാറ്റ്, ഇങ്ങനെ ചുമ്മാ നിൽക്കാൻ നല്ല സുഖം. ഞാൻ വെറുതെ നിന്നതാ. എന്തായി ഇത്ര പെട്ടെന്ന് പറഞ്ഞോ നമ്മുടെ കാര്യം? ഏയ്, പറഞ്ഞില്ല. എന്താ പറയാനിത്? പ്രസാദേട്ടനെ കണ്ടപ്പോ ധൈര്യമൊക്കെ ചോർന്നു പോയോ? ഏയ്, അതല്ല. അല്ല, നമുക്ക് സംസാരിക്കാനുള്ളതേ വളരെ പ്രധാനപ്പെട്ട കാര്യമില്ലേ? അതെ, അതിന് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ അറിവും കാര്യപ്രാപ്തിയും ബുദ്ധിയും പ്രായവും ഉള്ള പുഷ്പൻ ചേട്ടനെ പോലെയുള്ള ഒരാളെ വേണം നമുക്ക് കൂടെ കൂട്ടാൻ. ആരിത്? ഞാൻ പുഷ്പൻ ചേട്ടന്റെ കാര്യം ഇപ്പൊ നാക്ക് വളച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്നാലേ ആ വാക്ക് കടിച്ചു വളച്ച് മുറിക്കണ്ട, നീ കാര്യം പറ. അല്ല, പുഷ്പൻ ചേട്ടന്റെ ബുദ്ധിയെ പറ്റിയും കാര്യപ്രാപ്തിയെ പറ്റിയും ഞാൻ ആര്യോട് പറയുമായിരുന്നു. അതിപ്പോ ഇത്ര പറയാനെന്തിരിക്കുന്നു? ആര്യമോൾക്ക് അറിയാവുന്നതല്ലേ അതൊക്കെ. അതെ. അതല്ല, ആര്യ ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ കാര്യം പ്രസാദേട്ടന്റെ അടുത്ത് അവതരിപ്പിക്കാൻ പുഷ്പൻ ചേട്ടൻ തന്നെ വേണമെന്ന്. നിങ്ങളുടെ എന്ത് കാര്യം? അത് ഞങ്ങളുടെ പ്രേമം തന്നെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പുഷ്പൻ ചേട്ടൻ തന്നെ വേണം ചെന്ന് പ്രസാദേട്ടനോട് പറയാൻ. അയ്യോ, ഞാനോ? എന്തായാലും അത് വേണ്ട മോനെ, എന്നെ വിട്ടാരേ. അയ്യോ, അങ്ങനെ പറയല്ലേ പ്ലീസ് പുഷ്പൻ ചേട്ടാ. പുഷ്പൻ ചേട്ടനെ ഞങ്ങൾ സ്വന്തം അച്ഛന്റെ സ്ഥാനത്തല്ലേ കാണുന്നത്. പറയില്ലേ അച്ഛൻ പുഷ്പ? അല്ല പുഷ്പൻ ചേട്ടാ, പറയില്ലേ? പ്ലീസ് പുഷ്പൻ ചേട്ടാ, ഒന്ന് സഹായിക്കണം പ്ലീസ്. ശരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ പ്രസാദ് പറയുമെന്ന്. താങ്ക് യു അച്ഛൻ പുഷ്പ. അല്ല പുഷ്പൻ ചേട്ടാ, ദേ ചെല്ല്, അവിടെ നിൽപ്പുണ്ട് ആള്. ഒരു കാരണവരുടെ സ്ഥാനത്തുനിന്ന് വേണം സംസാരിക്കാൻ. അത് ഞാൻ ഏറ്റു. ഇവന്റെയൊക്കെ ഒരു പ്രേമം ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്രസാദ് ആരാണെന്ന്. പ്രസാദേ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യം വല്ലതാണെങ്കിലേ പറയാവൂ. ഞാനോട് ആകെ കലിച്ചാ നിൽക്കുന്നേ. അല്ല, ഒരു പ്രേമത്തിന്റെ കാര്യമാണ്. അത് തന്നെ, ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയോട് അനിയന് പ്രേമം. ഇവനെയൊക്കെ കവളമടല് വെട്ടി വേണം അടിക്കാൻ. പറഞ്ഞു മനസ്സിലായോ നിങ്ങക്ക്? അല്ല, ആരെ അടിക്കേണ്ടത് അത് മനസ്സിലായില്ല. എല്ലാവന്മാരെ അടിക്കണം. പ്രേമിക്കുന്നവനെയും അവനെ സപ്പോർട്ട് ചെയ്യുന്നവനെയും സകല എണ്ണത്തിനെ അടിക്കണം. എന്നാലേ എന്റെ കലി അടങ്ങൂ. അതെ, ഒരു അബദ്ധം. എന്തബദ്ധം? പുഷ്പൻ ചേട്ടൻ അറിയാവോ, 3000 പേരെ വിളിച്ച് കല്യാണം നടത്താൻ ഇരുന്നതവര്. നാളെ കഴിഞ്ഞായിരുന്നു കല്യാണം. രാവിലെ മുതൽ പെണ്ണിനെ കാണാനില്ല. ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയന്റെ കൂടെ ഒളിച്ചോടിയെന്ന്. അതാര്? ആരായാലെന്താ, പേരും നാളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ക്ലൈന്റാ. നാളെ കഴിഞ്ഞുള്ള ആ ഇവന്റ് ക്യാൻസലായി. ബ്ലേഡി റാസ്കൽസ്. അല്ല, നിങ്ങൾ പറയാൻ വന്നത് പറഞ്ഞില്ലല്ലോ. ഞാനോ? ഞാൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഈ ബിസിനസിന്റെ പുറകെ നടന്ന് അലഞ്ഞു കിടന്ന് നിന്റെ ആരോഗ്യം കളയരുത്. അതാ പറയാനുള്ളത്. പോട്ടെ, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായി പറഞ്ഞോ കാര്യങ്ങൾ? അയ്യടാ, പറയും. അവന്റെ ഏതോ ക്ലയന്റിന്റെ അനിയനും അനിയത്തിയും കൂടെ പൊളിച്ചോടെ പോയാന്ന് പറഞ്ഞ് പ്രാന്തെടുത്ത് നിൽക്കുക അവിടെ. അങ്ങോട്ട് ചെന്നിട്ടെ ഈ അനിയന്റെ അനിയത്തിയുടെ കഥ പറഞ്ഞാലേ നന്നായിരിക്കും. തൽക്കാലം നിങ്ങൾ ആളെ വിട്ടുപിടിക്ക്. എനിക്ക് നിന്റെ ഒന്നും അച്ഛനാകാൻ പറ്റുമെന്ന് വിചാരിച്ചാ മതി.
പുഷ്പൻ ചേട്ടാ അല്ല പിന്നെ അല്ല ഭവാനിയമ്മേ, എല്ലാം ആലോചിച്ചുറപ്പിച്ചിട്ടാണോ ഈ തീരുമാനം? എല്ലാം ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എന്താ ഇനി ആലോചിക്കേണ്ടത്? എന്റെ തല ഈ വീട്ടുനടയിൽ കിടന്ന് ഉരുളണോ വേണ്ടിയോന്നാണോ? അതല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? മേഘനെ വിളിക്കാനല്ലേ? നീ വിളിച്ചോ അവനെ? വിളിച്ചു, ഇപ്പൊ വരാന്ന് പറഞ്ഞിരിക്ക. ഞാനെത്തി. എന്താ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞത്? സമയം കുറേയായി ഞാൻ മണിച്ചനോട് പറഞ്ഞയച്ചിട്ട്. എനിക്കിപ്പോഴാ സൗകര്യപ്പെട്ടത്. കാര്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു. എനിക്ക് പോണം. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ നിൽക്കുന്നത്? ഏതോ ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി അമ്മയുടെ ജീവൻ ബലി കഴിക്കാമെന്ന് പറഞ്ഞവനല്ലേ നീ? നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ ബലി കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടില്ലേ? അതിൽ കൂടുതലൊന്നും വരുന്നതല്ല ഞാൻ പറഞ്ഞത്. കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ രക്തത്തിലാ നീ പിറന്നത്. നിന്റെ കടമയായിരുന്നു സ്വന്തം അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യേണ്ടത്. അവന്റെ കുടുംബത്തിന്റെ തായ്വേരറക്കേണ്ടത്. മതി. വല്ലാതെ ചെടുപ്പ് തോന്നുന്നു ഇതുപോലുള്ള വർത്തമാനങ്ങൾ കേട്ടിട്ട്. ശരി, ഞാനെന്നാൽ വേറൊരു കാര്യം പറയാം. നീയും വരണം എന്റെ കൂടെ തൃപ്പങ്ങോട്ടേക്ക്. അത് കൊള്ളാലോ. ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ തൃപ്പങ്ങോട്ടേക്ക് വരുന്നേ? എന്നെ പേടിച്ച് പലായനം ചെയ്തതല്ലേ നിങ്ങള്? എന്നിട്ട് ഞാൻ കൂടെ വന്നാൽ പിന്നെ ഈ ഒളിച്ചോട്ടത്തിന് എന്താ പ്രസക്തി? കാരണമുണ്ട്. ഈ നാട്ടിൽ നിൽക്കുന്ന നിന്നെ എനിക്ക് പേടിയുള്ളൂ. ഞാൻ നിന്നെ ക്ഷണിക്കുന്നത് തൃപ്പങ്ങോട്ടേക്കാ. സുഭദ്രയെ ആദ്യമായിട്ട് കണ്ടതും കല്യാണം കഴിച്ചതും മുതൽ അവളെ കൊന്നു തള്ളുന്നതുവരെ നീ വിരാജിച്ച അതേ തൃപ്പങ്ങോട്ട് ദേശത്തേക്ക്. എന്താടാ, നിനക്ക് വരാൻ പറ്റില്ലേ എന്റെ കൂടെ തൃപ്പങ്ങോട്ടേക്ക്? അവിടെ ആരുണ്ട് എനിക്ക് വേണ്ടി? ഓ, നിനക്ക് വേണ്ടപ്പെട്ടവർ ഇവിടെയാണല്ലോ അല്ലേ? രാധ. അതെ, അവളെ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത്. അതെനിക്ക് നന്നായിട്ടറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ പറയാ, നീ തൃപ്പങ്ങോട്ടേക്ക് വരണം. കാരണം രാധയും അവിടെ വരും ഉടൻ തന്നെ. രാധ തൃപ്പങ്ങോട്ടേക്ക് വരാനോ? അതെ, ഞാൻ വെറുതെ പറയല്ല. വരാൻ പോകുന്ന ദിവസം എന്താണെന്നറിയൂ നിനക്ക്? ധനുമാസ പൗർണമിയാ. തൃപ്പങ്ങോട്ടുകാരുടെ ഉത്സവമാണെന്ന് ദേശക്കാരെല്ലാം ഒത്തുകൂടും. ആബാലവൃദ്ധം ജനങ്ങളും ദേവീ സന്നിധിയിൽ ഒന്നിച്ചുകൂടും. മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ധനുമാസ പൗർണമിക്ക്. അന്ന പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ സമർപ്പണവും. ഓർമ്മയുണ്ടാവും നിനക്ക്. തലമുറ തലമുറയായി തൃപ്പങ്ങോട്ടെ മൂത്ത പെൺകുട്ടിയാ വാള് പൂജയ്ക്ക് സമർപ്പിക്കാൻ എത്തുന്നത്. സുഭദ്രയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് വരുന്നത് രാധയാ. തറവാട്ടിലെ പാരമ്പര്യം നിലനിർത്താൻ ഉടവാളുമായി ഇത്തവണ രാധയെത്തും. അപ്പോ അവിടെ ഉണ്ടായാൽ കാണാൻ നിനക്ക് രാധയെ മുഖാമുഖം തന്നെ. എന്താ ഇനി പറയേ? വന്നൂടെ നിനക്ക് എന്റെ കൂടെ? ഞാൻ വരുന്നില്ല.
ഈ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ എവിടേക്കുമില്ല. അത് വെറുതെ. ഈ മണ്ണിനോട് നിനക്ക് എന്താ ഇത്ര മമത? അത് മനസ്സിലായില്ല. എനിക്ക് തൃപ്പങ്ങോടിനോടുമില്ല ഒരു മമതയും. എന്റെ ആശയും ആവേശവും ഒക്കെ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കിടക്കുക. അത് രാധയിൽ മാത്രമാ. അതേ രാധയ്ക്ക് വേണ്ടിയാ ഞാനും ഈ പറയുന്നത്. നീ അവൾക്ക് മുൻപേ അവിടെ വരണം. ആ രാധ ഉടവാൾ പൂജയ്ക്ക് എത്തുമ്പോ അവിടെ നീയും ഉണ്ടാവണം. അതാണ് വേണ്ടത്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പോവാനുള്ളവർക്ക് പോവാം. മണിച്ച, എവിടെയാണെന്ന് വെച്ചാ കൊണ്ടുപോയി ഇറക്കിയിട്ട് പോരെ. പെട്ടെന്ന് അവിടെ. അപ്പോ ഞാനാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശല്യം അല്ലേ? അമ്മയും ബന്ധുക്കളെയും മറ്റാരെയും നിനക്ക് വേണ്ട. അവളെ മാത്രം മതി അല്ലേ? അതെ. ഇതിൽ കൂടുതൽ തെളിച്ചു പറയാൻ എനിക്ക് വയ്യ. തീർന്നല്ലോ വിഷയം. നിങ്ങൾക്ക് പോവാം. മണിച്ച പറഞ്ഞത് കേട്ടില്ലേ? ചെന്ന് വണ്ടി എടുക്ക. ശരി. വേണ്ട. സ്വന്തം മകനെ കൊണ്ടില്ലാത്ത സഹായം അവന്റെ ഭൃത്യനെ കൊണ്ട് വേണ്ട എനിക്ക്. അല്ല ഭവാനിയമ്മ പിന്നെ എങ്ങനെ പോവും? പണം കൊടുത്താൽ കിട്ടാത്ത വണ്ടി ഏതാ മണിച്ച ഈ ലോകത്ത്? നീ ആളെ വിടങ്ങോട്ട്. ഭവാനിയമ്മ പറഞ്ഞത് ശരിയാണെങ്കിലോ? രാധ വന്നാലോ തൃപ്പങ്ങോട്ട്? ഇല്ല മനുഷ്യ, ഇല്ല. ഇതൊക്കെ വെറും ഒരു തന്ത്രമല്ലേ? കോട്ടയ്ക്കൽ ഭവാനി അമ്മയുടെ രാജതന്ത്രം. എത്രയോ വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് ആ തൃപ്പങ്ങോട്ടെ ഉത്സവം. എന്നിട്ടും ഒരു തവണ പോലും രാധ അവിടെ വന്നിട്ടില്ല ആ ഉടവാൾ എടുക്കാൻ. ഇനി വരുമെന്ന് ആ നാട്ടിലാർക്കും പ്രതീക്ഷയുമില്ല. അത് നന്നായിട്ടറിയാം എനിക്ക്. ഇവിടെ ഈ ടൗണിൽ തന്നെയാ മണിച്ച അവളുള്ളത്. നമ്മൾ തന്നെ അവളെ കണ്ടുപിടിക്കും. മേഘനാഥന്റെ കൈയും പിടിച്ച് മേഘനാഥന്റെ പെണ്ണായിട്ടായിരിക്കും ഇനി രാധ തൃപ്പങ്ങോട്ടെ മണ്ണിൽ കാലുകുത്തുക. വെറും രാധയായിട്ടല്ല, മിസ്സിസ് രാധ മേഘനാഥനായിട്ട്. ഞാൻ ഉറപ്പിച്ചതാ, അതേ നടക്കൂ. ചന്ദ്രേട്ടാ, സന്ധ്യക്ക് കടയിൽ പോയി വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക. ചന്ദ്രേട്ടൻ എന്താ വലിയൊരു ആലോചന? മനസ്സിലെന്തോ അലട്ടുന്നുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല. എന്നോട് തന്നെ വേണോ ഈ കള്ളം പറച്ചില്? വർഷം 19 ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്? എന്താ കാര്യന്ന് പറ ചന്ദ്രേട്ടാ. രാധ വരുന്നു. രാധയോ? ഏത്? തൃപ്പങ്ങോട്ടെ രാധയോ? തൃപ്പങ്ങോട്ട ഉത്സവം നടത്തണമെന്ന് രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ ഇത്തവണ കമ്മിറ്റിക്കാര്. മുന്നിൽ നിൽക്കാൻ ആ വേണുഗോപാൽ വക്കീലും. ഇന്ന് കവലെ ചെന്നപ്പോ ആൾക്കാർക്ക് മുഴുവൻ ഇതുമാത്രമേ ഉള്ളൂ സംസാരിക്കാൻ. ഉത്സവത്തിന് തൃപ്പങ്ങോട്ടെ രാധക്കുഞ്ഞിനെ കൊണ്ടുവരും, ഉടവാൾ പൂജ നടത്തും, പൂർണ്ണ കുംഭ പ്രദക്ഷിണവും ഉണ്ടാവും എന്നൊക്കെ പദ്ധതികൾ പലതാ. ഇനിയിപ്പോ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിലും ആൾക്കാർക്ക് ഒരു കാര്യം ഉറപ്പാണ്, രാധ തൃപ്പങ്ങോട്ട് ഉത്സവത്തിന് ശ്രീമൂലസ്ഥാനത്ത് വരുമെന്ന്. ശരി, വരട്ടെന്നേ. വന്നാലും പോയാലും നമുക്കെന്താ ഇതിലിത്ര ടെൻഷൻ? തൃപ്പങ്ങോട്ട് തറവാടുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റിയിട്ട് വർഷം എത്രയായി? പണ്ടത്തെ കാര്യമായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു.
രാധ എന്റെ മോന്റെ പെണ്ണായിട്ട് വന്ന് കയറണമെന്ന് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ അത്തരം വ്യാമോഹങ്ങളൊന്നും ഇല്ലല്ലോ. അഥവാ ഉണ്ടായാലും ചന്ദ്രേട്ടനത് സമ്മതിക്കില്ലല്ലോ, അതെനിക്കറിയാം. രാധയോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ലല്ലോ അത്. മേഘനാഥൻ എന്ന ചെകുത്താന്റെ കാൽച്ചുവട്ടിൽ നമ്മുടെ മകന്റെ ജീവൻ ബലിയിടാൻ വയ്യാത്തതുകൊണ്ടല്ലേ. മക്കളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അവരോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ എതിരിട്ട് നിന്നത്. അതാ ഇതുവരെ ആർക്കും മനസ്സിലാവാത്ത. ശരി ശരി, ആ അധ്യായം അടച്ചതല്ലേ. ഇനിയിപ്പോ ചന്ദ്രേട്ടനത് ഓർത്തെടുത്ത് മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. വിട്ടുകളഞ്ഞേക്ക്. കഴിഞ്ഞില്ലേ കാര്യം? കഴിഞ്ഞില്ല. രാധയുടെ വരവേ അടച്ച പഴയ അധ്യായങ്ങളൊക്കെ വീണ്ടും തുറക്കാനാണെങ്കിലും. ഇത്രയും വർഷം തൃപ്പങ്ങോട്ട് ഉത്സവം മുടങ്ങിക്കിടന്നത് എന്തുകൊണ്ടാ? ഈ മണ്ണിൽ അവൾക്ക് കാലുകുത്താൻ ധൈര്യമില്ലാത്തതുകൊണ്ട്. എന്നാലിപ്പോ അതേ രാധ തന്നെ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ ചന്ദ്രേട്ടന്റെ മനസ്സിൽ?